എടമാട് പഞ്ചായത്തിന് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ റീഡിംഗ് തിയേറ്റർ അതിൻ്റെ ശില്പശാലയാണ് നടക്കുന്നത്. ആ റീഡിംഗ് തിയേറ്റർ ശില്പശാല എന്താണ് റീഡിംഗ് തിയേറ്റർ എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുക, അങ്ങ് ഗ്രന്ഥശാലകൾ എങ്ങനെയാണ് നമ്മുടെ റീഡിംഗ് തിയേറ്റർ നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. നമുക്കൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആ കഥ നമുക്ക് പിന്നീട് ഒരു നാടക രൂപത്തിലേക്ക് വികസിപ്പിക്കാം. എങ്ങനെയാണ് ഒരു നാടകം രൂപപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അത് കൂടുതൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അങ്ങനെ തൊപ്പി വേണോ എന്ന് പറഞ്ഞ് പല ദിവസങ്ങളിലും നടക്കാറുണ്ടെങ്കിലും അധികം കച്ചവടമൊന്നും നടക്കാറില്ല. അവസാനം രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ദാഹിച്ചു വരഞ്ഞ് ആരും തൊപ്പി വാങ്ങാതെ പോയി കുറെ അങ്ങോട്ട് നടന്നു പോകുമ്പോ ഒരാൾ വന്നു, തൊപ്പിക്ക് വില പറയുന്നു. അയാൾ പറഞ്ഞു 10 രൂപയാണ് വില, ഒരു തൊപ്പിക്ക് 10 രൂപയാണ് വില. അയാൾ പറഞ്ഞു 5 രൂപയാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാം. അപ്പൊ തൊപ്പിക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ 10 രൂപയ്ക്ക് വിറ്റുവരുന്ന തൊപ്പിയാണ്, 5 രൂപയ്ക്ക് എനിക്ക് നഷ്ടമാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. അവസാനം അവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് ദാഹിച്ചു വരഞ്ഞ് ക്ഷീണിച്ച് ഒരു ആഴ്ചവട്ടിന് കീഴിൽ ഇയാൾ തൊപ്പി വെച്ചിട്ട് ക്ഷീണം കൊണ്ട് അവിടെ അല്പനേരം ഇരുന്ന് വിശ്രമിക്കാമെന്ന് കരുതിയിരിക്കുന്നു. ഇരുന്ന് അല്പനേരം സ്വാഭാവികമായ അല്പനേരം മയങ്ങിയിട്ട് ഒരു കുറെ സമയം കഴിഞ്ഞ് അയാൾ ഉണർന്നു നോക്കുമ്പോൾ ആ കൂടെ ഒറ്റ തൊപ്പിയില്ല. അയാൾ ആകെ വിഷമിച്ചു. ആരോ ഓട്ടിച്ചുകൊണ്ട് പോയി എന്ന് അയാൾ കരുതി. അങ്ങനെ വന്നപ്പോൾ അയാൾ ഇരുന്ന് വിഷമനായി ഇങ്ങനെ ഇരുന്നിട്ട് മുകളിലോട്ട് നോക്കി മുകളിൽ കുറെ പരകമായിരിക്കുന്നു. ആ ആൽമരത്തിന് കൂടെ കുറെ പരകമായിരിക്കുന്നു. അവരുടെ എല്ലാം തലയിൽ തൊപ്പിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഉറങ്ങിയ സമയത്ത് തൊപ്പിയെല്ലാം ഈ കുരങ്ങന്മാർ, അപ്പൊ ഇദ്ദേഹം ദേഷ്യം കൊണ്ട് അവിടെ കിടന്ന ഒരു കമ്പെടുത്തതിനെ എറിഞ്ഞപ്പോൾ ഈ കുരങ്ങന്മാർ അവിടെ നിന്ന് കമ്പൊടിച്ച് ഈ ആയത്തെ കമ്പൊടിച്ച് തിരിച്ചെറിഞ്ഞു. ഇദ്ദേഹം ഒരു കല്ല് പറക്കി എടുത്തെറിഞ്ഞു. അവിടെ നിന്ന് ഈ ആയത്തെ കായ ഉറച്ച് അത് താഴെ. അപ്പൊ ഇദ്ദേഹത്തിന് കൊള്ളാമോ, ഞാൻ ഏത് തരത്തിലുള്ള സാധനം അങ്ങോട്ടറിയുന്നു, ഏതാണ്ട് അതിന് സമാനമായ സാധനം തിരിച്ചു നോക്കറിയുക. അപ്പൊ ഇയാളുടെ തലയിൽ തൊപ്പി ഇരിപ്പുണ്ട്. ആ തൊപ്പി നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. ഈ തൊപ്പി എടുത്ത് ഇയാളുടെ തലയിൽ കുത്തിവെച്ചു. ചിലപ്പോ ഇങ്ങനെ ചെയ്താൽ ഈ തൊപ്പി, കാരണം കമ്പെടുത്തെറിഞ്ഞപ്പോ അവിടെ നിന്ന് കമ്പ് തിരിച്ചു വന്നു, കല്ലെടുത്തെറിഞ്ഞപ്പോ അതിന് സമാനമായ കായ തിരിച്ചു വന്നു. അപ്പൊ പിന്നെ ഈ തൊപ്പി എടുക്ക പോയാ പോട്ടെ, ഒരു തൊപ്പിയുടെ അല്ലേ പോകും, എന്തായാലും എല്ലാം പോയി, തൊപ്പി എടുത്ത് നേരോട്ട്. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? തൊപ്പി തിരിച്ചറിഞ്ഞു. ഇയാൾ വളരെ സന്തോഷത്തോടുകൂടി ആ തൊപ്പിയെല്ലാം പറപ്പിച്ചിരുന്നു അടുത്ത സ്ഥലത്തേക്ക്. ഇത് നമുക്കൊരു നാടകം വിവിധ ഇനം തൊപ്പികൾ വേണോ? തൊപ്പി ആരെങ്കിലും തൊപ്പി വാങ്ങുന്നുണ്ടോ? തൊപ്പി വേണ്ടവർ ഓടി വരണേ, തൊപ്പി വിൽപ്പനയ്ക്കുണ്ടേ. വിവിധ ഇനം തൊപ്പികൾ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. നോക്കൂ സാറേ, നല്ല തൊപ്പിയാണ്. ഗുണം ഉപയോഗിച്ചാലേ അറിയത്തുള്ളൂ സാറേ. ഇത് നമ്മൾ എല്ലാ വീടുകളിലും വിതരണം ചെയ്ത് നാട്ടുകാർ എല്ലാവരും വെക്കുന്നതാണ്. മഴ വന്നാൽ വെക്കാം, വെയിൽ വന്നാൽ വെക്കാം, തണുപ്പായാലും വെക്കാം, മഞ്ഞ് കൊള്ളാതെ വെക്കാം. തൊപ്പി വേണോ സാറേ? തൊപ്പി ഒരെണ്ണം വാങ്ങും സാറേ. സാറേ ഇത്രയും വെയിലും കൊണ്ട് കൊണ്ടുപോകുന്നില്ലേ സാറേ? ഒരു തൊപ്പി വാങ്ങിക്കും സാറേ. 20 രൂപ സാറേ. 20 രൂപയ്ക്ക് ഒരു തൊപ്പി എടുക്കും സാറേ. 5 രൂപ സാറേ. 5 രൂപയ്ക്ക് എന്ത് ചെയ്യാനുണ്ട് സാറേ? നാട്ടില് സാറേ ഒരു തൊപ്പി എടുക്കും സാറേ. 20 രൂപ. ഇത്രയും കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് വന്നേലേ സാറേ, ഒരു തൊപ്പി എടുക്കും സാറേ. സാറേ ഇങ്ങനെ പേശല്ല സാറേ, വളരെ കഷ്ടപ്പെട്ട് ജീവിതം പട്ടിണിയാണ് സാറേ. അതുകൊണ്ടാണ് സാറേ കുട്ടി കച്ചവടത്തിന് വന്നിരിക്കുന്ന ഒരു തൊപ്പി എടുക്കും സാറേ. സാറേ ഇത്രയും രാവിലെ വന്നതല്ലേ സാറേ? സാർ സ്നേഹം കണ്ട ഒരു തൊപ്പി വാങ്ങിയത് സാറേ. 15 രൂപയ്ക്ക് ഒരു തൊപ്പി എടുക്കും സാറേ. സാറേ 10 രൂപ സാറേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഓടി വരണേ. പ്രധാനമന്ത്രി സാറേ വാ സാറ്. പഞ്ചായത്തിൽ പഞ്ചായത്ത് പെൻഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ വെക്കാൻ പറ്റിയ നല്ല തൊപ്പിയുണ്ട് സാറേ. സാറേ പെൻഷൻകാർക്ക് പറ്റിയ തൊപ്പിയുണ്ട് സാറേ. പെൻഷൻകാർക്ക് പറ്റിയ വിവിധയിലും തൊപ്പിയുണ്ട് സാറേ. 10 രൂപയ്ക്ക് കൊടുത്തു പോയോ സാറേ? കൈനീട്ടം 10 രൂപയ്ക്ക് ആയാലും വിൽക്കണമെന്നാ സാറേ ഞങ്ങളുടെ നിയമം. ഒരാൾ വന്നാൽ കൈനീട്ടമാണെങ്കിൽ ഞങ്ങൾ അപ്പോഴേ വില നോക്കാതെ കൊടുക്കും സാറേ. സാറേ അത് കഴിഞ്ഞു സാറേ. കൈനീട്ടം കഴിഞ്ഞു സാറേ. ഇനി നമുക്ക് ലാഭത്തിനുള്ള കച്ചവടങ്ങളും കൂടെ വേണ്ടേ സാറേ? 15 രൂപയ്ക്ക് സാറിനോട് തൊപ്പി സാറേ. ഇരിക്കട്ടെ സാറേ.
ക്ഷീണമായിരുന്നു. തൊപ്പിയെടുത്ത് വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ കച്ചവടം അവസാനിപ്പിച്ചു വീട്ടിലേക്ക് പോകാം. അയ്യോ എന്റെ തൊപ്പി എന്തേ? അയ്യോ എന്റെ തൊപ്പി ഞാൻ കൊണ്ടുവച്ച എന്റെ തൊപ്പികൾ കാണുന്നില്ല. ആരെങ്കിലും എടുത്തോ? അയ്യോ എന്റെ തൊപ്പി എന്തേ? ദൈവമേ എന്റെ തൊപ്പി എവിടെ പോയി? ഈശ്വര ഞാൻ ഇനി എങ്ങനെ എന്റെ കുടുംബം പുലർത്തും? എന്റെ തൊപ്പികൾ അയ്യോ. അയ്യോ ഈ കൊരകന്മാരാണ് ഈ തൊപ്പി മോഷിച്ചത്. എന്റെ തൊപ്പിയാണോ? അയ്യോ നാട്ടുകാരെ ഓടി വന്നേ, എന്റെ തൊപ്പിയെല്ലാം കൊരകന്മാരാ കൊണ്ടുപോയിരിക്കുന്നേ. കൊരകന്മാർ കൊണ്ട് മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുന്നേ. കൊരക തൊപ്പി ഇവിടെ കൊണ്ടുപോടാ. എന്നെ തിരിച്ച് കമ്പെടുത്തെറിയുന്നു എങ്കിൽ ഞാൻ കല്ലെടുത്തെറിയോടാ. എന്റെ തൊപ്പി താഴെ ഇടടാ. കൊരങ്ങന്മാരെ എന്റെ തൊപ്പി താഴെ ഇടടാ. കൊരങ്ങന്മാരെ ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ തൊപ്പി തിരിച്ചിട്ട ഇനി ഞാൻ എന്ത് വിദ്യ പ്രയോഗിക്കും? ഇവർ ഞാൻ കമ്പെടുത്തെറിഞ്ഞപ്പോൾ ഇവരെന്നെ കമ്പെടുത്ത് തിരിച്ചറിഞ്ഞു, കല്ലെടുത്തെറിഞ്ഞപ്പോൾ കല്ലെറിഞ്ഞു. എങ്കിലൊരു വിദ്യ പരീക്ഷ നോക്കിയാലോ? ഞാനൊരു തൊപ്പി ഒന്ന് എറിഞ്ഞ് നോക്കിയാലോ എന്റെ തലയിലിരിക്കുന്നു. എടാ എന്റെ തൊപ്പി കാണാ. ആ തൊപ്പികളെടുത്ത് തിരിച്ചറിയുന്നു. ബാക്കിയും കൂടെ അതുപോലെ ഇനി വാങ്ങാം. എന്റെ മുഴുവൻ തൊപ്പികളും ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ട, ഈ നാട് ശരിയല്ല. എത്രയും പെട്ടെന്ന് കയ്യിലുള്ള തൊപ്പിയുമായി വീട്ടിലേക്ക് പോയി രക്ഷപ്പെടാം.